Hi all, welcome back to Electrical Exam Study Hub. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 46 ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. Question number 47. The insulation resistance of a DC motor is measured in. അതായത് ഒരു DC മോട്ടറിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഏതിലാണ് മെഷർ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതിലായിരിക്കും മെഷർ ചെയ്യാം? മെഗാ വോൾട്ട്, മെഗാ വാട്ട്സ്, മെഗാ ഓം, കിലോ ഓം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓം അല്ലേ? ഓമിലല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും എല്ലാം എന്ന് മനസ്സിലായി. അതായത് വോൾട്ടിലാണോ? അല്ല. വാട്ട്സിലാണോ? അല്ല. രണ്ടും വേറെയാണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും എല്ലാം നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം. ഇനിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സിയും അതുപോലെ ഓപ്ഷൻ ഡിയും ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് മെഗാ ഓമും കിലോ ഓമും, രണ്ടിലും ഓംസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെയാണ് കൺഫ്യൂഷൻ വരിക. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത് അതായത് ഏതിലാണ്? മെഗാ ഓംസിലാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ C. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ DC മോട്ടോർ ഈസ് മെഷേർഡ് ഇൻ മെഗാ ഓംസ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ സ്വിച്ചസ് ആർ കണക്റ്റഡ് ഇൻ ലൈവ് വയർ ഓർ നോട്ട്? അപ്പോൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സ്വിച്ചസ് ഇല്ലേ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ചസ് ലൈവ് വയറിലാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏത് ടെസ്റ്റിലാണെന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കണ്ടിന്യൂറ്റി ടെസ്റ്റ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഗ്രൗണ്ട് ടെസ്റ്റ്, പൊളാരിറ്റി ടെസ്റ്റ്. ഏത് ടെസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ടെസ്റ്റ് ആണ്. നമുക്കൊരു ഡൗട്ടൊക്കെ വരും കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആണോ എന്നുള്ളത്. അതായത് ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസിലൊക്കെയാണ് അത് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്വിച്ചസ് ലൈവ് വയറിലാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് ഇലക്ട്രിക്കൽ ആക്സസറീസ് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് സപ്ലൈ ഫ്രം ദ ലാമ്പ് ഹോൾഡർ? അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോൾഡേഴ്സ് ഒക്കെ, അതായത് മിസ്ലേനിയസ് ആണ് ഇതൊക്കെ. നമ്മുടെ ഹോൾഡേഴ്സ് അതുപോലെ MCB സർക്യൂട്ട് ബ്രേക്കേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തിയറി ഭാഗങ്ങളാണ്. അപ്പോൾ ഏത് ആക്സസറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടേക്കിംഗ് സപ്ലൈ ഫ്രം ലാമ്പ് ഹോൾഡർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതേതാണ്? അഡാപ്റ്റർ ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏതാണ്? അഡാപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. എൻ എക്സാമ്പിൾ ഓഫ് ഇൻവെർട്ടർ ഗേറ്റ്. ഇൻവെർട്ടർ ഗേറ്റ് പറഞ്ഞാൽ എന്താണ്? 0 കൊടുത്താൽ 1 കൊടുത്താൽ എന്താണ്? ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇൻവെർട്ടർ ഗേറ്റ് നോട്ട് പോലെ ഇവനാണ് ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ്? 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ 0 ആവും. ഇങ്ങനെയല്ല ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത് അത് ഏത് ഗേറ്റ് ആണ്? നോട്ട് ഗേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 51. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോൾഡറിങ് ഓൺ ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ്? എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 51 തന്നിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊക്കെ മെക്കാനിക്കൽ പോർഷൻസ് ആണ്. അപ്പോൾ ഞാനിത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇലക്ട്രിക്കൽ പോർഷൻസിൻ്റെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് പാർട്ട് ഓഫ് ഇന്റേർണൽ ഗിയർ പമ്പ് ആക്ട് ആസ് എ സീൽ എന്നൊക്കെ പറഞ്ഞത്, അതായത് ഇലക്ട്രിക്കൽ കാരുടെ സിലബസ് പ്രകാരം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാനിത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തരാം. ഇപ്പോൾ നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 61 തൊട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 61. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ? ഇൻസുലേറ്റർ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻസുലേറ്റർ? നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ബേസിക് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ അല്ലേ? അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇൻസുലേറ്റർ ആണ്. എളുപ്പമാണ് ആൻസർ. അത് നമ്മുടെ PVC ആണ്. ബാക്കിയുള്ള ആൾക്കാർ നോക്കിയേ കോപ്പർ, അലുമിനിയം, സിൽവർ, ഇവരൊക്കെ ആരാണ്? കണ്ടക്ടേഴ്സ് ആണ് അല്ലേ? ഇവർ 3 പേരും എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. അറിയാലോ, കണ്ടക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62. വിച്ച് ഈസ് എ ഗുഡ് കണ്ടക്ടർ? അടുത്തത് ചോദിച്ചിട്ടുള്ള ഏതാണ്? താഴെ കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ നോക്കിയേ സിൽവർ, അയോൺ, സ്റ്റീൽ, അലുമിനിയം. നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് മുഴുവനും. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ആരാണ്? അലുമിനിയം ഒക്കെ ഒരു കണ്ടക്ടർ തന്നെയാണ്, പക്ഷേ ഏതാണ് ഗുഡ് കണ്ടക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഗുഡ് കണ്ടക്ടർ എന്ന് പറയുന്നത്? സിൽവർ ആണ് ഗുഡ് കണ്ടക്ടർ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഏതാണ്? സിൽവർ ആണ് നമ്മളുടെ ഗുഡ് കണ്ടക്ടർ.
Next, question number 63. Which law stated that the current is directly proportional to the voltage and inversely proportional to the resistance? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ് പറഞ്ഞിട്ടുള്ളത്? കറണ്ട് ഈസ് ഡയറക്ട്ലി, ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്? ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ്, വി ബൈ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമ്മളുടെ ഓംസ് ലോ ആണ് അല്ലേ. ഐ ഈക്വൽ ടു വി ബൈ ആർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 64. വാട്ട് ഈസ് ദ മെറ്റീരിയൽ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ് ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി? ബാറ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബാറ്ററീസും നന്നായി നോട്ട് ചെയ്ത് പോവുക. പ്രൈമറി ബാറ്ററീസും അതുപോലെ സെക്കൻഡറി ബാറ്ററീസൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ്, അതുപോലെ ഓരോ ബാറ്ററിയുടെ പോസിറ്റീവിൽ എന്താണ്, നെഗറ്റീവിൽ എന്താണ്, ഏത് സൊല്യൂഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഇലക്ട്രോലൈറ്റ്, അതായത് ഇലക്ട്രോലൈറ്റ് ഏതാണെന്നൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിയർലി ഒരു 2 മാർക്സ് മിനിമം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കിയേ, വാട്ട് ഈസ് ദ മെറ്റീരിയൽ ഓഫ് നെഗറ്റീവ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ്? നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡ് ആണ്. എന്നാൽ ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇത് പോസിറ്റീവ് ആണ്. ലെഡ് പെറോക്സൈഡ് പോസിറ്റീവ് പ്ലേറ്റ് ആണ് കേട്ടോ. ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇത് തന്നെ കിട്ടിയില്ലേ? ഏതാണ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഏത് മെറ്റീരിയൽ ആണ് നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്, അത് സ്പോഞ്ചി ലെഡ്. നെഗറ്റീവ് സ്പോഞ്ച് പോലെ ഇരിക്കുന്നു, ആലോചിച്ചാൽ മതി. നെഗറ്റീവ് സൈഡൊക്കെ എപ്പോഴും പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ ലെഡ് പെറോക്സൈഡ് ആണ്, ലെഡിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ എന്താണ് നെഗറ്റീവിൽ എപ്പോഴും എന്താണ് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അത് സ്പോഞ്ചി ലെഡ് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 65. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ടു കണക്ട് വിത്ത് ലൈവ് വയർ? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ലൈവ് വയറിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തത്? ഏതാണ്? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ലൈവ് വയറിൽ നമ്മൾ കണക്ട് ചെയ്യാത്തത്? അതായത് ഓം മീറ്റർ ആണ്. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഓം മീറ്റർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 66. വിച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ ദ ആംബിയർ, വോൾട്ട് ആൻഡ് റെസിസ്റ്റൻസ്? ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ, അതായത് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാട്ട് മീറ്റർ, എനർജി മീറ്റർ, ഗാൽവനോമീറ്റർ, മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്? കണ്ടിട്ടില്ലേ മൾട്ടിമീറ്ററൊക്കെ? അപ്പോൾ ഏത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? മൾട്ടിമീറ്റർ ആണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 67. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഏതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ്? പൊട്ടൻഷ്യലിൻ്റെ, വോൾട്ടേജിൻ്റെ ഒക്കെ യൂണിറ്റ് ഏത് തന്നെയാണ്? നമ്മളുടെ വോൾട്ട് തന്നെയാണ്. വോൾട്ട്സ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 68. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രീ മെയിൻ്റനൻസ് സീൽഡ് ബാറ്ററി? അതായത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററിയുടെ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ബാറ്ററീസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ ബാറ്ററിയുടെയും പോസിറ്റീവ്, നെഗറ്റീവ്, ഇലക്ട്രോലൈറ്റ് നന്നായി പഠിക്കുക, അതിൻ്റെ ഇക്വേഷൻസ് നന്നായി നോക്കുക. അതുകൂടാതെ ഓരോ ബാറ്ററിയും അതായത് സീരീസായി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പാരലലായി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കണം. അതിൽ നിന്നൊക്കെ പ്രോബ്ലംസ് വന്ന് കാണാറുണ്ട്. അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് കൂടിയുണ്ട്, അതായത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററി എന്ന് പറയുന്ന ഭാഗം. അതുകൂടി ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രീ മെയിൻ്റനൻസ് സീൽഡ് ബാറ്ററിയുടെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ നീഡ് ഫോർ ചെക്ക് ആൻഡ് ടോപ്പ് അപ്പ് ഡിസ്റ്റിൽഡ് വാട്ടർ. എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കണ്ടേ? ടോപ്പ് അപ്പ് ഡിസ്റ്റിൽഡ് വാട്ടർ ആവശ്യമേ ഇല്ല. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 69. വിച്ച് ഈസ് എ ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ? ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെർമിസ്റ്റർ ആണ്. ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? തെർമിസ്റ്റർ ആണ്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 70. വിച്ച് സർക്യൂട്ട് ഈസ് ദ ബെല്ലാസ്റ്റ് റെസിസ്റ്റർ ഈസ് യൂസ്ഡ്? ഏത് സർക്യൂട്ടിലാണ് നമ്മൾ ബെല്ലാസ്റ്റ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്? ഏത് സർക്യൂട്ടിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് സർക്യൂട്ടിലാണ് നമ്മൾ ബെല്ലാസ്റ്റ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലാഷർ സർക്യൂട്ടിനകത്താണ്. ഏതാണ്? ഫ്ലാഷർ സർക്യൂട്ടിനകത്താണ് അത് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം നോക്കി താഴെ തന്നിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഇനി വരാൻ പോകുന്നതൊക്കെ എന്ത് തന്നെയാണ്? നമ്മളുടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അതായത് 4 വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം എന്താണ് ഇലക്ട്രിക്
ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നന്നായി പഠിക്കുക. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതായത് ഈസി ആയിട്ട് നിയർലി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു 60 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനകത്ത് എന്താ ഒരു 40 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കാര്യമില്ല, ഇനി വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം, അതായത് ഡിഫിക്കൽട്ടും ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം അല്ലേ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് കുറേ അതായത് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ കുറേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നന്നായി പഠിക്കുക. ഓരോ പോയിൻറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.